ഹായ് ഓൾസോ ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഷോർട്സ് വീഡിയോ എടുക്കുമല്ലോ, അതിനകത്ത് നോക്കി പറയണേ പറഞ്ഞാൽ പോലെ നമ്മൾ ഈ ഷോർട്സിന്റെ വീഡിയോ എടുക്കുമല്ലോ. അപ്പൊ അതിന്റെ പിന്നാമ്പുറത്തായിട്ട് ഒരു ബീറ്റേഴ്സ് പോലെ നമ്മൾ എങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അത് നമ്മൾ നിങ്ങളെ കാണിച്ചു തരും. അതിന്റെ എഡിറ്റിങ്ങും എല്ലാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊരു ചെറിയൊരു ഇൻസ്പിറേഷൻ പോലോ ഒരു അറിവ് പോലോ നമ്മളത് കാണിച്ചു തരുന്നെങ്കിൽ ഇതായിരിക്കും നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞു. ഇന്ന് ഞാനൊരു 2 ക്യാരക്ടറാണ് ചെയ്യുന്നത്. രാഹുൽ എന്ന് പറഞ്ഞ ഒരുത്തനും പിന്നെ അവൻ്റെ കൂട്ടുകാരനും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്യാരക്ടർ നമ്മുടെ സാധാ എൻ്റെ ലുക്കിൽ തന്നെ. അപ്പോൾ സെക്കൻഡ് ക്യാരക്ടർ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ലുക്ക് ചേഞ്ച് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു മീശ വരച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒരു മീശ വരച്ച് കൊടുക്കാം. എനിക്ക് മേക്കപ്പ് ഒന്നുമില്ല, ബിക്കോസ് എനിക്ക് ഭയങ്കര ചെറിയൊരു റോളാണുള്ളത്. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ഒരുങ്ങത്തൊന്നുമില്ല. എനിക്ക് മടിയാണ്. ഏകദേശം ആയിട്ട് വരുന്നുണ്ട് മീശ. ലുക്ക് ചേഞ്ച് നമുക്ക് ഇവിടെ ഒരു കുത്തും കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട കുത്തികളായി പോകും. ഇച്ചിരി കട്ടി കൊടുക്കാം. അങ്ങനെ കൊടുക്കാം. വേറെ ലുക്ക് ചേഞ്ച് ആയിട്ടുണ്ടോ? മീശ വേണം കുറച്ചുകൂടെ ഒന്ന് ഓടോട്ട് ഇങ്ങനെ കൊടുക്കാം. ഒരു 2 ക്യാരക്ടർ പോലെ തോന്നുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമുക്കിനി ഈ പുള്ളിയുടെ ഷോട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോസ് എല്ലാം അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകണം, ഫുൾ ഓർഡറിൽ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്യാരക്ടറിൻ്റെ ഫുൾ വീഡിയോ എടുക്കും, പിന്നെ രണ്ടാമത്തെ ക്യാരക്ടർ അങ്ങനെയാണ്. പിന്നെ നമ്മളത് മാറ്റി അത് കറക്റ്റ് രീതിയിൽ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ഇടുക. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഓരോ ഓർഡറിലും നമ്മൾ കറക്റ്റ് ഓർഡറിൽ നമുക്ക് ഏതാണോ വേണ്ടത് കറക്റ്റ് ഓർഡറിൽ നമ്മളിപ്പോൾ വീഡിയോസ് ഇങ്ങനെ ഇൻഷോട്ടിൽ ഓരോന്നായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ കുറച്ച് എഡിറ്റിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് കാണാം. കുറച്ച് എഡിറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കാണും. പിന്നെ അതിനകത്ത് തന്നെ കട്ട് ചെയ്യാനുള്ള ഭാഗമാണ് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. നമുക്ക് അങ്ങനെ പിടിച്ച് കട്ട് ചെയ്ത് നമുക്ക് പോവാം. അങ്ങനെ ഓരോന്ന് നമുക്ക് വേണ്ട പാർട്ട് വെച്ച് എഡിറ്റ് ചെയ്ത് നമുക്ക് പോവാം. ഇതുപോലെ ഓരോന്നും പിടിച്ച് കുറച്ച് ഭാഗം നമുക്ക് വേണ്ടത്ര ഭാഗം മാത്രം ഇങ്ങനെ പിടിച്ച് ബാക്കിലോട്ടാക്കുമ്പോൾ അതിങ്ങനെ കട്ടായി പോവും. നമ്മുടെ വേണ്ട ഭാഗം മാത്രം എടുത്താൽ മതി. കൂടുതൽ ഡയലോഗും കാര്യങ്ങളും ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓരോന്നും അങ്ങനെ നമ്മൾ നോക്കി കറക്റ്റ് സെറ്റ് ചെയ്ത് അപ്പോൾ മാക്സിമം നമ്മൾ ചെറുതാക്കാൻ നോക്കുക വീഡിയോ. പിന്നെ ഞാൻ ഓരോന്നിനകത്തെയും സ്പീഡ് 1 ആണ് ഇരിക്കുന്നത്. അത് ഞാൻ 1.02 ആക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ ചെറുതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ചെറുതാക്കാൻ നോക്കുക ചെയ്യുക. അപ്പം കുറച്ച് സ്പീഡ് കൂട്ടുമ്പം സൗണ്ടിന് കുഴപ്പമൊന്നും വരത്തില്ല. കുറച്ച് സ്പീഡ് കൂട്ടുമ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചൊന്ന് ചെറുതാവും. അപ്പോൾ മാക്സിമം ചെറുതാക്കാൻ നോക്കുക, എപ്പോഴും ഷോർട്ടാക്കാൻ നോക്കുക. എന്നാലേ നമുക്ക് മാക്സിമം ആൾക്കാർ കാണാൻ ശ്രമിക്കുള്ളൂ. കൂടുതൽ വീഡിയോ ലെങ്ത് ആവുന്നതനുസരിച്ച് ആൾക്കാർക്ക് ബോറടിക്കും, അവർ സ്ലൈഡ് ചെയ്ത് പോകും. മാക്സിമം നമ്മൾ ചെറുതാക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ സ്പീഡ് എല്ലാത്തിനും ഇങ്ങനെ കൂട്ടി കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ചെറുതായി കിട്ടും. അതൊക്കെ ഒരു ടെക്നിക്കാണ്, നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഇതിനെല്ലാം മ്യൂസിക്, അതായത് എന്തെങ്കിലും മീം സൗണ്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാനാണെങ്കിൽ ഇൻഷോട്ടാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേണ്ട ഓഡിയോ എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സിമ്പിളാണ്. നമുക്ക് വേണ്ട വീഡിയോ സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് കോപ്പി ലിങ്ക് കൊടുത്തിട്ട് യൂട്യൂബ് ഡൗൺലോഡെന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ സൈറ്റിൽ കയറി ഈ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം, എളുപ്പമാണ്. അപ്പോൾ എനിക്ക് വേണ്ട മീം സൗണ്ട് എല്ലാം അങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നതാണ്. അതെ, നമുക്ക് വേണ്ട ഭാഗത്തെല്ലാം നമ്മൾ അതിന് വേണ്ട മീം സൗണ്ടോ എന്തെങ്കിലും ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ അങ്ങനെ എന്തും അത് നമുക്കിങ്ങനെ ആ ഭാഗത്തായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഓരോരോ മീം സൗണ്ടുകൾ, കോമഡിയുടെ സൗണ്ടുകൾ എല്ലാം നമ്മൾ ഓരോ ഭാഗത്തായിട്ട് അവിടെ കൊടുത്തായിട്ട് നിങ്ങൾക്ക് കാണാം. വളരെ സിമ്പിളാണ് ഇൻഷോട്ടിനകത്ത് ഇത് ഓരോന്ന് എഡിറ്റിങ് വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പം നമ്മുടെ പരിപാടികളെല്ലാം എഡിറ്റിംഗ് പർപ്പസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇൻഷോട്ടിൻ്റെ ഒരു വാട്ടർമാർക്ക് അവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് കളയാൻ എളുപ്പമാണ്. അവിടെ ഒരു ഇൻഡു നിങ്ങൾക്ക് കാണാം ഇൻഷോട്ടിൻ്റെ മേളിലെ വാട്ടർമാർക്ക്. അത് ഞെക്കുമ്പോൾ ഫ്രീ റിമൂവ് വരുന്നതായിരിക്കും. അത് ഞെക്കിയിട്ട് നമുക്കൊരു ആഡ് കണ്ടാൽ മതി, അത് വാട്ടർമാർക്ക് അങ്ങ് പൊക്കോളും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് സേവ് ചെയ്യണം. അതിന് എക്സ്പോർട്ട് എന്ന മേളിൽ കാണാം. ആ എക്സ്പോർട്ട് കൊടുത്താൽ മതി. നമ്മുടെ വീഡിയോ സെറ്റാണ്. നമ്മൾക്ക് ഡൗൺലോഡായി കിട്ടും, നമ്മുടെ ഗാലറിയിൽ വരാം. എന്നിട്ട് നിങ്ങൾക്കത് ഇൻസ്റ്റാഗ്രാമിലോ എവിടെയാണെന്ന് വെച്ചാൽ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്യാം.
സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.